ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ വരാറായില്ലേ? അപ്പോൾ ഇനി ഒരു മാസം കൂടി ഉള്ളു. അതേപോലെ തന്നെ ദേ പോയി എന്നുള്ള രീതിയിലൊക്കെ ഓണം പെട്ടെന്ന് ഇങ്ങനത്തെ. അപ്പോൾ എല്ലാവർക്കും സ്കൂളിലും കോളേജിൽ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല ട്രഡീഷണൽ ലുക്കിലൊക്കെ ആയിരിക്കും റെഡി ആയിട്ടൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ നമുക്ക് അതിനിടാൻ പറ്റിയ ഒരു സിമ്പിൾ ഒരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കൊരു ലോട്ടസ് ഇൻവിസിബിൾ ചെയിനായിട്ട് നെക്ലേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇൻവിസിബിൾ ചെയിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ലോട്ടസ് പെൻഡൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ ലോക്ക് വേണം. പിന്നെ അടുത്തായി വേണ്ടത് ജമ്പ് റിങ് ഒരെണ്ണം വേണം. പിന്നെ ഒരു ഫിഷ് ഹുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ ബീഡ്സ്. ഞാനിവിടെ മൈക്രോ പ്ലേറ്റഡ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയർ വേണം. ഗോൾഡൻ കളർ ഗിയർ വയറാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഒരു പ്ലെയർ വേണം. പിന്നെ വേണ്ടത് ഒരു കട്ടർ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലെങ്ത്തിനുള്ള ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് ആവശ്യം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ലെങ്ത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ കഴുത്തിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആദ്യം തന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരറ്റത്തു നിന്നുള്ളത് നമുക്ക് ലോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ ലോക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കി സൈഡിൽ നിന്ന് ആദ്യത്തെ ഒരു സൈഡിൽ നിന്നൊക്കെ കോർത്തിട്ട് പിന്നെ സെൻറ്ററിൽ പിന്നെ അടുത്ത സൈഡ് നമുക്ക് അങ്ങനെ കോർത്ത് എടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ സെൻറ്ററിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു 2 സൈഡും കൂടെ, അതായത് 3 പെൻഡൻറ്റ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും ഒരേപോലെ ഒരേ കറക്റ്റ് അളവിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മൈക്രോ പ്ലേറ്റഡ് ബീഡ് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഒരു ലോട്ടസ് പെൻഡൻറ്റും കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മൈക്രോ പ്ലേറ്റഡ് ബീഡ് ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ 2 ഗിയർ ലോക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 നല്ല കറക്റ്റായി പിടിച്ചിട്ട് നമുക്ക് 2 ഗിയർ ലോക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സൈഡും പ്രസ് ചെയ്ത് ഗിയർ ലോക്ക് 2ഉം പ്രസ് ചെയ്ത് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത 2 സൈഡിലും കൂടെ ഈ പെൻഡൻ്റ് ഒന്ന് കോർത്ത് ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കാം. അതിന് നമ്മൾ വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇടുക. ഒരു മൈക്രോ പ്ലേറ്റഡ് ബീഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ലോട്ടസ് പെൻഡൻ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും മൈക്രോ പ്ലേറ്റഡ് ബീഡ് ഇടുക. പിന്നെ ഒരു ഗിയർ ലോക്ക് കൂടി ഇടുക. നമ്മൾ ആദ്യം സെൻറ്ററിൽ ചെയ്ത പോലെ തന്നെ ഇട്ട് കൊടുത്ത് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിൽ മാത്രം ലോക്കറ്റ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാത്രമായിട്ടും ചെയ്തെടുക്കാം. സൈഡിൽ നമുക്ക് ലോട്ടസിൻ്റെ പെൻഡൻ്റ് ഇല്ലാതെ നമുക്ക് ഗോൾഡൻ ബീഡ് വെച്ചിട്ട് മാത്രം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ. നമുക്ക് ഗിയർ ലോക്കും ഇട്ട് പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് പിന്നെ വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് ഇഷ്ടമുള്ള മോഡലിലൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ എങ്ങനെയാണോ ചെയ്യാനായിട്ട് താല്പര്യം അതേപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ലോട്ടസ് പെൻഡൻറ്റിന് വരെ നമുക്കിപ്പോൾ പാലക്കയുടെ കുന്തൻ സ്റ്റോണൊക്കെ എടുക്കാം. നമുക്ക് പാലക്ക അതുപോലെ തന്നെ നാഗപടത്തിൻ്റെയൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നതാണല്ലോ ഈ ലോട്ടസ് പെൻഡൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോട്ടസ് പെൻഡൻറ്റിൻ്റെ ഇൻവിസിബിൾ ചെയിനൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ടൊക്കെ മാലയിടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പോൾ ഇൻവിസിബിൾ ചെയിൻ ആണല്ലോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കടയിൽ നിന്നൊക്കെ മേടിക്കാതെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഇൻവിസിബിൾ ചെയിനൊക്കെ. ആദ്യം കോർത്ത പോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും കൂടെ നമുക്കിതുപോലെ തന്നെ കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലോട്ടസിൻ്റെ ലോക്കറ്റ് നമ്മളിങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 സെൻറ്ററിലും പിന്നെ 2 സൈഡിലുമായിട്ട് നമ്മളങ്ങനെ കോർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കൊളുത്ത് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സൈഡിൽ നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം ഒരറ്റത്ത്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ജമ്പ് റിങ്ങോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഗിയർ ലോക്കും ഒരു ജമ്പ് റിങ്ങും എടുത്തിട്ട് നമുക്ക് ആ ഗിയർ വയർ ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണം. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഗിയർ ലോക്ക് നമുക്കവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത അറ്റത്തും ഇതുപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആ ഫിഷ് ഹൂക്കും കൂടെ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തന്നെ എടുത്തിട്ട് അതും നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കാം. വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗിയർ ലോക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ആ ഗിയർ വയറിൻ്റെ ബാക്കി കാണുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. 2 അറ്റത്തെയും ഇതുപോലെ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ലോട്ടസ് ഇൻവിസിബിൾ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം.